ഫ്രോസൺ സീസ് ഫയർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ പോകുന്നു. സീസ് ഫയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീസ് ഫയർ ആണ്. പക്ഷെ അതേസമയം പല നിലക്കുള്ള മിലിറ്ററി അവരുടെ മാനേവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലുകൾ തടയുന്നു, ഉപരോധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല സ്വഭാവത്തിലുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്റപ്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ലോക സമ്പദ്ഘടനയിൽ തന്നെ വലിയ തോതിൽ ഡിസ്റപ്ഷൻ ഉണ്ടാകും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഭൂപ്രദേശം ലോകത്തിൻ്റെ ട്രൈ ജംഗ്ഷൻ എന്ന് പറയാവുന്നൊരു ഭൂപ്രദേശമാണ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ലോകത്ത് ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള മൂന്ന് ഭൂഖണ്ഡങ്ങൾ കൺവേർജ് ചെയ്യുന്നൊരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ലോകത്ത് പ്രധാനപ്പെട്ട കപ്പൽപാതകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകൾ ഹോർമുസ്, ബാബുൽ മന്ദിബ്, സൂയസ്, മർമര സ്ട്രേറ്റ്. ഇതാണ് ലോകത്ത് ആറ് കപ്പൽപാതകളാണ് ഏറ്റവും ക്രിട്ടിക്കലാണെന്ന് പറയുക. മലാക്ക സ്ട്രേറ്റ്, പനമ കനാൽ, പിന്നെ ഈ പറയുന്ന 4 മർമര സ്ട്രേറ്റ്, സൂയസ് കനാൽ, ബാബുൽ മന്ദിബ്, ഹോർമുസ്. ഈ 4 കിടക്കുന്ന ഈ റീജിയനാണ്, ഈ മിഡിൽ ഈസ്റ്റ് റീജിയനിലാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മാരിടൈം, ലോകത്ത് നിലനിർത്തുന്നത് മാരിടൈം ട്രാഫിക്കാണ് നമുക്കറിയാം. മാരിടൈം ട്രാഫിക്കിൻ്റെ മഹാഭൂരിപക്ഷവും അതിൽ തന്നെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള എനർജി ട്രാഫിക്, ഫോസൽ എനർജിയുടെ ട്രാഫിക്, അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു റീജിയൻ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും ദീർഘനാളത്തെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയോ ഇറാനെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് ലോകത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മളിന്ന് ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ആധുനിക ലോകം, അല്ലെങ്കിൽ 1940 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ലോകഘടനയുണ്ട്. നമ്മളതെന്താണ് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയും. ഏതോ നിലക്കുള്ള ചില റൂൾസാണ് അതിനെ ഗവേൺ ചെയ്യുന്നത്. നമുക്ക് എല്ലാ കാര്യത്തിലും UN-ൻ്റെ ഒരു റെഫറൻസ് ഉണ്ടാവും. അത് ചികിത്സയുടെ പ്രോട്ടോക്കോൾ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രോഗത്തിൻ്റെ ചികിത്സയുടെ പ്രോട്ടോക്കോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് എവിടെയാണ് പോകുന്നത്? WHO അതിന് വെച്ചിട്ടുള്ളൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടത് മുതൽ രാഷ്ട്രാന്തരീയ ബന്ധങ്ങൾ വരെ, കടലിൻ്റെ ഉപയോഗം, ഈ കപ്പൽപാതകളുടെ ഉപയോഗം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വി ഹാവ് എ സെറ്റ് ഓഫ് റൂൾസ്. അത് ലോകം അംഗീകരിക്കുന്നു, ലോകത്തെല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്ക് ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യകുലം പോകാൻ പാടില്ല എന്ന മനുഷ്യ സമുദായത്തിൻ്റെ പൊതുവായ തീർപ്പിനെ തുടർന്നുണ്ടായി വന്നിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ആ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ അതിന് പ്രസക്തിയില്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനൊട്ടുമേ പ്രസക്തിയില്ല എന്ന് ഏറ്റവും അധികം തെളിയിക്കപ്പെട്ട സന്ദർഭമായിരുന്നു ഗസ ജിനോസൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇറാൻ വാർ സംഭവിക്കുന്നത്. ഗസ ജിനോസൈഡിനെയും ഇറാൻ യുദ്ധത്തെയും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഒന്നിൻ്റെ തുടർച്ചയിലാണ്, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലക്കാണ് മറ്റൊന്ന് സംഭവിക്കുന്നത്. അപ്പോൾ റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ വിംസ് ആൻഡ് ഫാൻസീസ്, ഉച്ചക്കിറുക്കുകളാണ് ഈ പുതിയ ലോകക്രമത്തെ നിശ്ചയിക്കുന്നത്. അത് വലിയ തോതിലുള്ള കയോട്ടിക് സിറ്റുവേഷൻ ലോകത്ത് സൃഷ്ടിക്കും, അങ്ങേയറ്റം അരാജകമായ സ്വഭാവത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നോക്കൂ, ഈ പറയുന്ന ഈ ചങ്ങായിമാർ ഇസ്രായേൽ, അടിസ്ഥാനപരമായി ഇതെല്ലാം നടക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണല്ലോ. ഇസ്രായേൽ, അമേരിക്ക, ഇതിനെ നമുക്ക് 2 എൻറ്റിറ്റി ആയിട്ട് കാണാനും പറ്റില്ല, പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ ഇത് നമ്മൾക്ക് ബാധ്യതയാണ്, മനുഷ്യകുലത്തിന് ബാധ്യതയാണ്, അന്താരാഷ്ട്ര സമൂഹത്തിന് ബാധ്യതയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇനിയും കൂടും, ഇതിനേക്കാൾ കയോട്ടിക്കായുള്ള അരാജകമായ ഇതിലേക്ക് പോകും, ഇതിനേക്കാൾ ഡിസ്റപ്ഷൻസ് ലോകഘടനയിലുണ്ടാവും, ലോക സമ്പദ്ഘടനയിലുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇവരുടെ കൈക്ക് പിടിക്കാൻ രംഗത്ത് വരുമെന്നും ദ എൻഡ് ഓഫ് ദി ഡേ ഇത് നിലവിലുള്ള ലോകഘടനയെ തന്നെ മാറ്റിപ്പണിയുന്ന ഒരു മഹാപ്രയാണത്തിലെ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് ഇറാന് എത്ര അടിക്കാൻ പറ്റും, അവർക്ക് എത്ര കപ്പൽ തടയാൻ പറ്റും, ഇതിലല്ല ഇത് കിടക്കുന്നത്. ഈ നിലനിൽക്കുന്ന ലോകഘടനയെ തന്നെ അതിൽ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു വലിയ സംഭവത്തിലേക്ക് ലോകം കടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നത്.